സഹായിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയോട് ചോദിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? 10 കൽപ്പനകൾ മോശയിലൂടെ നൽകപ്പെട്ടു. അതിൻ്റെ പിരിവുകളായി കൽപ്പനകൾ ധാരാളമുണ്ടായി. എന്നാൽ ഈശോയുടെ കാലത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഈ കൽപ്പനയിൽ ഏതാണ് ഏറ്റവും പരമപ്രധാനം? ഈശോ എല്ലാം കൂടി വെട്ടിച്ചുരുക്കി സ്നേഹമെന്ന കൽപ്പന കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകുന്നു, സ്നേഹിക്കുവിൻ. ഈ സ്നേഹത്തിൽ എല്ലാം ഉണ്ട്. സ്നേഹിക്കുന്നവനിൽ സ്നേഹം എന്നത് യഥാർത്ഥമായിട്ടാണ് എങ്കിൽ അതിൽ എല്ലാ നിയമങ്ങളും അടങ്ങിയിട്ടുണ്ട്. സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ഒക്കെ ദൈവത്തെ സ്നേഹിക്കുക. ഒപ്പം നിന്നെപ്പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. നിനക്ക് കുറവുകൾ വരില്ലേ? കുറ്റങ്ങളും കുറവുകളും വരുന്നത് പോലെ അപരനും അതൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അവനൊരു കുറവ് വന്നാൽ അതിനെ വലുതാക്കി കാണിക്കാതിരിക്കുക. നിന്റെ കുറവ് ഒരാൾ എടുത്തു പറയുന്നത് നിനക്കിഷ്ടമാവാം. ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് വന്ന് ചോദിച്ചു, എനിക്കുള്ള ഒരു 10 കുറവ് പറഞ്ഞു തരാമോ? അപ്പം ഞാൻ ആ മകനോട് പറഞ്ഞു, നിന്റെ കുറവുകളല്ല, നിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് 10 കുറവുണ്ടെന്നൊരു ബോധ്യം കിട്ടിയില്ലേ? അതാണ് നിന്റെ ഏറ്റവും വലിയ ഗുണം. കുറവ് കണ്ടെത്തുന്നവൻ, സ്വയം കുറവ് കണ്ടെത്തുന്നവനാണ് അനുഗ്രഹീതൻ. എനിക്കെന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്നവൻ ഒരു വിധത്തിൽ മൂഢനാണ്. പരിശുദ്ധാത്മ ഫലങ്ങൾ പോലും എന്നിലില്ല, എൻ്റെ മുടുക്കുകൊണ്ടല്ല ഇത് നടക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കുന്നവനാണ് വലിയ അനുഗ്രഹീതൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായി കണ്ടുപിടിക്കാം. അങ്ങനെ ആ കുറവിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമൊഴിച്ച് അതെല്ലാം നിറവുകളാക്കാം. അങ്ങനെ അനേകരെ സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്നിൽ നിറഞ്ഞിടണേ, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാ